അപ്പോൾ നമ്മുടെ SSCയുടെ പുതിയ വെണ്ടർ വന്നോ എന്നുള്ള ഡൗട്ട് എല്ലാവർക്കും ഇപ്പോൾ കുറേ വീഡിയോ ഇറങ്ങി. എന്താ പുതിയ വെണ്ടർ വന്നു, എഡ്യൂക്കിറ്റി പോയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ SSC പരീക്ഷ എഴുതുന്ന എല്ലാ ആസ്പിരന്റിനുള്ള സംശയമാണിത്. അപ്പോൾ ഇതിന്റെ കണ്ടക്ടിങ് ഏജൻസി ആയിട്ടുള്ള എഡ്യൂക്കിറ്റി മാറുന്നുണ്ടോ, എഡ്യൂക്കിറ്റി പുറത്താവുമോ, TCS തിരിച്ചു വരുമോ? ഇപ്പോൾ യൂട്യൂബിലും ടെലിഗ്രാമിലും ഒക്കെ വലിയ കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ അതിന്റെ തമ്പനയിൽ, കുറേ വീഡിയോയുടെ തമ്പനയിൽ നിങ്ങൾ കണ്ടു കാണും, എഡ്യൂക്കിറ്റി പോയി അല്ലെങ്കിൽ TCS വരുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഒരു ഡോക്യുമെന്റിനെ പറ്റി എന്താണ്, നിങ്ങളെ അഫക്റ്റ് ചെയ്യുമോ, കാര്യം എന്താണെന്ന് പെട്ടെന്നൊരു വീഡിയോയിൽ, ഇത് വേറെ കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്താ കുറേ ആൾക്കാരെങ്കിലും ഇത് കണ്ടിട്ട് മിസ്ഗൈഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇന്ന് ഒരു SSCയുടെ ഒഫീഷ്യൽ ടെൻഡർ ഡോക്യുമെന്റ് അത് അനലൈസ് ചെയ്ത് അതിന്റെ ഫുൾ ട്രൂത്ത് എന്താണെന്ന് മനസ്സിലാക്കണം. അത് ഞാൻ ടെലിഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട്. SSCയുടെ സൈറ്റിൽ വന്നതാണ്. SSC ന്യൂ ടെൻഡർ, വെണ്ടർ എന്നല്ല, ന്യൂ ടെൻഡർ. അപ്പോൾ എന്തിനു വേണ്ടിയുള്ള ടെൻഡറാണ് വിളിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. യെസ്, ഓക്കെ, നമുക്ക് നേരെ വീഡിയോ കണ്ടന്റിലോട്ട് പോകാം. അപ്പോൾ ഇതിനകത്ത് SSC ഇപ്പോൾ പുറത്തിരിക്കുന്ന എന്താണ്, ഒരു RPF ഡോക്യുമെന്റ്. അപ്പോൾ ഈ RPF ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഒരു SSC ഒരു ടെക്നോളജി ആൻഡ് ഓപ്പറേഷൻ പാർട്ണറിനെ എന്ത് ചെയ്യുകയാണ്, തിരഞ്ഞെടുക്കാൻ വേണ്ടി IT കമ്പനികളെ ഇൻവൈറ്റ് ചെയ്തേക്കും. എന്തിനാ? ടെക്നോളജി ആൻഡ് ഓപ്പറേഷൻ പാർട്ണർ. അതിനുവേണ്ടിയാണ് പാർട്ണറിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി IT കമ്പനികളെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഇതൊരു സെലക്ഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്ന പരിപാടി മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് സെലക്ട് ടെക്നോളജി ആൻഡ് ഓപ്പറേഷൻ പാർട്ണറാണ്. ഇപ്പോൾ വെണ്ടർ ചേഞ്ച് ഉണ്ടോ, എഡ്യൂക്കിറ്റി ഔട്ടായോ, TCS വന്നോ എന്നുള്ള കാര്യമാണ് നമ്മുടെ ഈ വീഡിയോയിൽ പെട്ടെന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ റിക്വസ്റ്റ് ഫോർ പ്രപ്പോസ്ഡ് ആണ്. എന്താ? ഇൻവൈറ്റ് കമ്പനീസ് ടു ബിഡ്. ഫൈനൽ കമ്പനി ഹാസ് നോട്ട് ബീൻ സെലക്ട്. ഇതുവരെ സെലക്ടഡ് ആയില്ല. അപ്പോൾ ഇത് എക്സാം കണ്ടക്ടിന് വേണ്ടിയാണോ ഇവർ ചെയ്യുന്നത്? അല്ല. ഡോക്യുമെന്റിൽ തന്നിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ 5 മാർച്ചിനാണ് RPF. ആ ഡോക്യുമെന്റിനെ ഞാൻ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് പറയുവാണ്. 31 മാർച്ച് 2026 വരെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ബിഡ് സബ്മിഷൻ ചെയ്യാനുള്ളത്. ബിഡ് ഓപ്പണിംഗ് 1 ഏപ്രിൽ 2026 വരെ. അതായത് ഇപ്പോഴും എന്ത് ചെയ്തില്ല, ഫൈനൽ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ആർക്കൊക്കെ ചെയ്യാം, എന്താ പാർട്ടിസിപ്പേറ്റ് 20+ ടേൺ ഓവർ വേണം, 100+ ഡെവലപ്പേഴ്സ് വേണം, ഗവൺമെന്റ് പ്രോജക്റ്റ് എക്സ്പീരിയൻസ് ഉള്ള കമ്പനീസിന് പറ്റും. ഇനി എന്താണ് ഈ വെണ്ടർ ചെയ്യുന്നത്? ഇപ്പം ഇവിടെ പല ആൾക്കാർക്കുള്ള തെറ്റിദ്ധാരണ, വെണ്ടർ ചേഞ്ച് അല്ലെങ്കിൽ ടെൻഡർ വിളിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്ന ടീം വന്നെന്നാണ്. ഇപ്പൊ വെണ്ടർ എന്നത് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്ന ആൾക്കാരല്ല. വീണ്ടും പറയുകയാണ്, ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്ന ആൾക്കാരുടെ ടെൻഡർ അല്ല വിളിച്ചേക്കുന്നത്. അപ്പൊ അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ SSC വെബ്സൈറ്റ്, അതിന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, SSCയുടെ വെബ്സൈറ്റ് മാനേജ് ചെയ്യുക. അതുപോലെ മൈ SSC എന്ന് പറഞ്ഞൊരു മൊബൈൽ ആപ്പ് ഉണ്ട്, അതിനെ മാനേജ് ചെയ്യുക. അതുപോലെ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ സിസ്റ്റം മാനേജ് ചെയ്യുക. അഡ്മിറ്റ് കാർഡ് ജനറേഷൻ, അതുപോലെ റിസൾട്ടുകൾ കറക്റ്റായിട്ട് പ്രോസസ്സ് ചെയ്യുക അല്ലെങ്കിൽ റിസൾട്ട് ഇടുക. കാൻഡിഡേറ്റിന്റെ ഹെൽപ്പ് ലൈൻ സപ്പോർട്ട്, അത് AI ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഹെൽപ്പ് ലൈൻ ഒക്കെ ചെയ്യും. ഇതുപോലത്തുള്ള ടെക്നിക്കൽ ഓപ്പറേഷൻ മാനേജ് ചെയ്യുന്നതിനാണ് എന്ത് ചെയ്യുന്നത്, ടെൻഡർ വിളിച്ചേക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ. ഇതാണ് ഈ ഒരു വീഡിയോയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി കുറച്ച് കാര്യം കൂടെ ഞാൻ മുന്നോട്ട് പറയുന്നുണ്ട്. ഈ ഡോക്യുമെന്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ, ന്യൂ വെണ്ടറിനെ സെലക്ട് ചെയ്താലും ആദ്യം 3 മാസം എന്ത് ചെയ്യത്തുള്ളൂ, നോളജ് ട്രാൻസ്ഫർ. അത് ഇതിന്റെ ഒന്നും അല്ല. ഇപ്പൊ കറക്റ്റ് വെണ്ടർ സിസ്റ്റം, അതായത് ന്യൂ വെണ്ടർ എന്ത് ചെയ്യത്തുള്ളൂ, വരത്തുള്ളൂ. അത് സഡൻ ചേഞ്ച് ഒന്നും സംഭവിക്കത്തില്ല. പക്ഷെ അതെന്തിലല്ല, എക്സാമിന്റെ നടത്തിപ്പിലല്ല. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, എഡ്യൂക്കിറ്റി റിമൂവ് ആവുന്നുണ്ടോ? അതിന് ഇപ്പോഴും എന്ത് ചെയ്യത്തില്ല, ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നുമില്ല. SSC ഇതിന് വേണ്ടി ടെക്നിക്കൽ കാര്യങ്ങൾക്കാണ്, എക്സാം നടത്താൻ വേണ്ടി ഒരു ടെൻഡർ അല്ല വരുന്നത്. അപ്പോൾ ഇതിന്റെ കോൺട്രാക്ട് 4 വർഷത്തേക്കും എക്സ്റ്റൻഷൻ 6 വർഷത്തേക്കും, അതൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫീച്ചർ വേണ്ടുന്നത് നോക്കൂ, ഫീച്ചർ എന്തൊക്കെ, AI ബേസ്ഡ് ചാറ്റ് ബോട്ട്, ബെറ്റർ റിസൾട്ട് പ്രോസസ്സിംഗ്, മൊബൈൽ ആപ്പ് അപ്ഗ്രേഡ്, ഡേറ്റ അനലിറ്റിക്സ് പ്ലാറ്റ്ഫോം. അപ്പോൾ ഇതിനകത്ത് എവിടെയും എക്സാം നടത്തുന്നതിനെ പറ്റി എക്സാം കണ്ടക്ടിങ് എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം എക്സാം നടത്തുന്നവരുടെ ഇതുവരെ മാറിയിട്ടില്ല. അതായത് ഇപ്പോൾ എങ്ങനെയാണോ SSC CGL 2025 നടന്നത്, അതുപോലെ തന്നെ ആയിരിക്കും SSC CGL 2026 നടക്കുന്നത്. അതിനൊരു ചേഞ്ച് വരാൻ ചാൻസ് ഇല്ല. ഒരു കാര്യവും അതിനെപ്പറ്റി പറയുന്നില്ല. അപ്പോൾ അതിൽ ആരാണ് ഇതിനകത്ത് ഇതെന്താ ചെയ്യുന്നത്, ടെൻഡർ വിളിക്കുമ്പോൾ എലിജിബിൾ ആയ IT കമ്പനി എന്ത് ചെയ്യും, ബിഡ് ചെയ്യും. ഇതിനുശേഷം ടെക്നിക്കലി ബെസ്റ്റ് ഓഫർ കൊടുക്കുന്ന ആരാണെന്ന് നോക്കി എന്ത് ചെയ്യും, SSC ഡിസൈഡ് ചെയ്യും ടെക്നിക്കലി. അപ്പോൾ ഫ്യൂച്ചർ ചേഞ്ച് എന്താണ് നമുക്ക് വരാൻ പോകുന്നത്, ഇതേപോലെ AI ബേസ്ഡ് ചാറ്റ് ബോട്ടും റിസൾട്ട് പ്രോസസ്സിങ്ങും ഡേറ്റ അനലിറ്റിക്കും, ഇതൊക്കെ ആസ്പിരന്റിന് ഫ്യൂച്ചറിൽ ബെസ്റ്റ് എക്സാം എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അപ്പോൾ നിങ്ങൾ എഡ്യൂക്കിറ്റിയുടെ കൺഫർമേഷൻ ഒന്നുമില്ല, ടെൻഡർ നടക്കുന്നേ ഉള്ളൂ. അത് ഇതിന്റെ ടെൻഡറും അല്ല. എഡ്യൂക്കിറ്റി വേറെ കാര്യങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ പേര് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടു കാണോ, അതിനകത്ത് ആ ഒരു നോട്ടീസ് ചിലപ്പോൾ എഡ്യൂക്കിറ്റി എന്ന് കണ്ടു കാണോ. അതിന്റെ അർത്ഥം എക്സാം നടത്തുന്ന കാര്യമല്ല, അത് മനസ്സിലാക്കണം. ഇപ്പോൾ ഫൈനൽ മെസ്സേജ് ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് പാനിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെന്ത് ചെയ്തില്ല, ഒരു ടെൻഡർ പ്രോസസ് മാത്രമാണ്. SSC എക്സാം ഇതുപോലെ തന്നെ, നോർമലി എന്ന് ഉദ്ദേശിക്കുന്നത് ഇതുപോലെ തന്നെ നടക്കും. എക്സാം കണ്ടക്ടിങ് മാറിയിട്ടില്ല. നിങ്ങൾക്ക് ബാക്കിയുള്ള ടെക്നിക്കൽ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ പ്രിപ്പറേഷൻ നിങ്ങൾ എങ്ങനെയാണോ നടത്തുന്നത്, ഇപ്പം നിങ്ങൾക്ക് എഡ്യൂക്കിറ്റി ബേസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പിനാക്കളുടെ ബുക്കുണ്ട്, 8th എഡിഷൻ ബുക്ക് അങ്ങോട്ട് വാങ്ങാം. പിന്നെ നമ്മുടെ ചാനലിൽ മെന്റർഷിപ്പ് ഉണ്ട്. അതുപോലെ
അതുപോലെ മെമ്പർഷിപ്പ് ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും മെയിൽ അയക്കുക, ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ നോക്കുക, അല്ലെങ്കിൽ പിൻഡ് കമന്റ് നോക്കുക, ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഒതന്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുക. വേറെ ഒന്നും നിങ്ങൾ എവിടെ പഠിക്കുന്നവരായാലും വെറുതെ ഈ ഒരു എഡ്യൂക്കിറ്റി മാറി ഇനി പാറ്റേൺ മാറുമോ, എല്ലാവരും ഡൗട്ടാണ്. ഇനി പാറ്റേൺ മാറുമോ, ഇനി പുതിയ പാറ്റേണിൽ എവിടെ നിന്ന് പഠിക്കും, അതാണ് എല്ലാവരും ഡൗട്ട്. ഇതുവരെ ഉള്ള സാധനങ്ങളൊന്നും പഠിച്ചിട്ടില്ല. ഒറ്റ കാര്യം ഞാൻ വീണ്ടും പറയുവാണ്, നിങ്ങളുടെ സിലബസ് മാറിയിട്ടില്ല. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആ സിലബസിലെ ഏറ്റവും ബെസ്റ്റ് ക്വസ്റ്റൻസ് ആണ് ഇവർ തന്നിട്ടുള്ളത്, പ്രീവിയസ് ഇയറിൽ TCS തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ എഡ്യൂക്കിറ്റിയുടെ ക്വസ്റ്റൻസ്, അത് റിഫൈൻ ചെയ്ത ക്വസ്റ്റൻസ് ആണ് 8th എഡിഷനിലും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ക്ലാസ്സുകളിലൊക്കെ ഉള്ളത്. അപ്പോൾ അത് നിങ്ങൾ പഠിക്കുക. അത് വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഏത് എക്സാമിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് എഴുതാൻ പറ്റും. നല്ല രീതിയിൽ നിങ്ങൾക്ക് സെറ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചെഴുതാൻ പറ്റും. അല്ലാതെ ഈ ഒരു മെസ്സേജോ തമ്പനയിലോ കാര്യങ്ങളോ ഒക്കെ കണ്ടിട്ട് എന്ത് ചെയ്യരുത്, പാനിക്കായി പോകരുത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, കാര്യം ഇത്രയേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കുമായിട്ട് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ബാക്കി ക്ലാസ്സുകളെല്ലാം കാണാൻ നോക്കുക. ഓക്കെ, താങ്ക് യു. ഇത്രയേ ഉള്ളൂ.